ആ ഇവിടെ നിന്ന് റൈറ്റ്. ഓയ് ഗെയ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അതാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. ഈ കാറ്റൊക്കെ അടിച്ചിട്ട് എൻ്റെ മുടിയൊക്കെ ആകെ കോലം കിട്ടും. അടുപ്പിച്ച് 3 ദിവസം ലീവാണ് ഏട്ടന്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ദൂരെ ഒരു സ്ഥലത്താണ് പ്ലാൻ ചെയ്തതെങ്കിലും അത് നടന്നില്ല കേട്ടോ. അവസാന നിമിഷം നമുക്കത് പറ്റാതായി. അപ്പോൾ പിന്നെ അടുത്തുള്ളൊരു സ്ഥലം, നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണത്. ഇപ്പം ഇങ്ങോട്ട് പോകാമെന്ന് കരുതിയേ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അരുവിക്കര ഡാമിലോട്ടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. ഒരു അരമണിക്കൂർ മാത്രം ഇങ്ങോട്ട് ദൂരമുള്ളൂ. പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. കുറേ വട്ടം കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് മാറിയ ശേഷം കുറേ വട്ടം കേട്ടിട്ടുണ്ട് അടുത്താണ്, കാണാൻ കുറച്ച് ഭംഗിയൊക്കെയുള്ള സ്ഥലമാണെന്നൊക്കെ. പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഇന്ന് എന്തായാലും അങ്ങോട്ടാണ് നമ്മൾ വെച്ച് പിടിക്കുന്നത് കേട്ടോ. ഞാനും ഏട്ടനുമാണ് കേട്ടോ പോകുന്നത്. ഇന്ന് എന്തായാലും ഒരു ശനിയാഴ്ചയാണ്. സാധാരണ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തിരക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വഴിയൊന്നും വലിയ പരിചയമില്ല കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്താനാവുമ്പോൾ പാതി മുക്കാലും പിന്നെ ഈ കാടും മലയും പച്ചപ്പും നിറഞ്ഞ അങ്ങനെ ഒരു സ്ഥലങ്ങളാണ് കേട്ടോ ഉള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മൊട്ട വെയിലത്ത് ചൂടെടുത്ത് മരിക്കുന്നു കരുതിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എന്തായാലും നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങിയ ശേഷം അത്ര ചൂടില്ല കേട്ടോ. വെയിലുണ്ട്, പക്ഷെ ഒരു മഴ മൂടലൊക്കെ ആയിട്ട് അത്ര ചൂടില്ല. ഒന്നാമത് നമ്മൾ ഈ പോകുന്ന സ്ഥലമെല്ലാം നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ വഴിയിലൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം ചൂട് തോന്നിയില്ല. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങോട്ട് കടന്നപ്പോഴത്തേക്കും നമുക്ക് ഞങ്ങളുടെ നാട് എത്തിയ പോലെ തോന്നിയിട്ടോ. നമ്മുടെ ആ പാലക്കാട് കാഞ്ഞിരം പുഴ ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീലായിരുന്നു. ആ ഒരു തണുപ്പും ആ മലേൻ്റെ ആ ഒരു ഫീല് കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ ഇരിക്കാനൊക്കെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. മാപ്പ് ഇട്ടിട്ടാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടോ. നമ്മൾ മാപ്പ് ചതിച്ചൊന്നുമില്ല. കറക്റ്റ് 18 മിനിറ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ തിരഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ചധികം സമയമായ പോലെ തോന്നിയിട്ടോ. അങ്ങനെ നമ്മൾ ഈ ഡാമിൻ്റെ ഭാഗത്തേക്ക് റീച്ച് ആയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നിറയെ കുടിവെള്ളത്തിൻ്റെ ലോറികൾ കണ്ടായിരുന്നു കേട്ടോ. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം മുക്കാലും ഇവിടെ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നതെന്നാണ് ഏകദേശ രൂപം, എനിക്കറിയാവുന്ന രൂപം കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഈ കമ്പിവേലിൻ്റെ അപ്പുറമാണ് കേട്ടോ അരുവിക്കര ഡാം. അപ്പം നമ്മൾ അവിടെ എത്താനായി എന്നർത്ഥം. ഇവിടെ അടുത്തായിട്ട് തന്നെ വാട്ടർ അതോറിറ്റീൻ്റെ വലിയൊരു ബിൽഡിംഗ് ഒക്കെ കാണാനുണ്ട് കേട്ടോ. ചിലപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഡാമിൻ്റെ തൊട്ടന്നുള്ളൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. അവിടെ തന്നെ പാർക്കിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അമ്പലത്തിലൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടാവില്ലേ. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയില്ല കയറാൻ പറ്റുമോ എന്നുള്ളതൊന്നും. വലിയ പ്രസിദ്ധമായിട്ടുള്ള അമ്പലം എന്നൊക്കെയാണ് കേട്ടോ കേട്ടത്. ഈ അമ്പലത്തിലെ കുളത്തിലെ മീനുകൾക്ക് നമ്മൾ ഈ പൊരിയൊക്കെ ഇട്ട് കൊടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ അരിമ്പാറയൊക്കെ പോയി കിട്ടുന്ന അങ്ങനെ എന്തോ ഒരു ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ കേട്ടോ. ഇത് മുന്നേ ഏട്ടൻ ആരോ പറഞ്ഞു കേട്ടൊരറിവാണ്. അത് ഈ അമ്പലത്തിൽ തന്നെയാണ് എന്നാണ് ഇപ്പം ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ പാർക്കിലോട്ടാണ് കേട്ടോ കയറാൻ നോക്കുന്നത്. അതിൽ കൂടെയാണ് നമുക്ക് ഈ ഡാമിലോട്ട് കയറാനുള്ള വഴി. അപ്പോൾ കയറുന്നതിന് മുന്നേ കുറച്ച് സ്നാക്സൊക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് നിന്നതാണ്. അപ്പോഴത്തേക്ക് ഒരു ലോട്ടറിക്കാരനെ കണ്ടപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ ലോട്ടറി ഭയങ്കര വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനും അതെ, ഇതപ്പോൾ പ്രവ്യൂ അതെ, ഏട്ടനത് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ലോട്ടറി. അപ്പോൾ നമ്മൾ നിന്ന് ലോട്ടറി ഒക്കെ എടുത്തായിരുന്നു ഫസ്റ്റ്. അപ്പോൾ കയറുന്ന മുന്നേ തന്നെ നമ്മൾ ലോട്ടറി എടുത്തു കേട്ടോ. എന്തായാലും അടിക്കോ നോക്കാം, ഭാഗ്യം ഉണ്ടോ നോക്കാം. വെറുതാണ് ഗൈസ്, ഭാഗ്യമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോണ പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത് ശിവ പാർക്ക് എന്നൊക്കെയാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ പാർക്കിനെ കുറിച്ചും ഡാമിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. നമ്മൾ പോയി കാണുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും എനിക്ക് അവിടെ നിന്ന് കിട്ടേണ്ട സാധനം കിട്ടിയപ്പോൾ ഞാൻ വേഗം നടന്നേ. അപ്പം നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡ് നമ്മുടെ ഈ പറഞ്ഞ ഡാമും പിന്നെ അപ്പുറം ആ ഫസ്റ്റ് കാണുന്നത് തന്നെ പാർക്കാണ് കേട്ടോ. ചിൽഡ്രൻസ് പാർക്കാണ്, കുട്ടികൾക്കൊക്കെ പറ്റുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. അതിന് അവർക്ക് കളിക്കാനും മാത്രമുള്ള പാകത്തിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ മരങ്ങളൊക്കെ ആയിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാം.
ഇനി നമുക്ക് എൻ്റെ കുറച്ച് പട്ടി ഷോ കാണാം ഗൈസ്. എന്തായാലും ഒരുങ്ങിക്കെട്ടി വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഷോ ഒക്കെ ആവാമല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ വന്നത് എന്തായാലും നല്ല സമയത്താണ് കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത്. അവിടെ കണ്ട കുറച്ച് കാട്ടുജാതി പൂവൊക്കെ പറിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് ക്യൂട്ട്നെസ് ആവാമല്ലേ. എന്താ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ. കുട്ടികൾക്കുള്ള പാർക്കാണെങ്കിലും നമുക്കും പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കയറി വലിച്ച് വാരി നടന്ന് ഇരുന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നടന്നു പോകുന്ന ആ വലിയ മരത്തിൻ്റെ താഴെ ഇരിക്കാനാണ് കേട്ടോ. ഇതുപോലെ കെട്ടി വെച്ചിരിക്കുന്ന കുറേ മരങ്ങളും അതിൻ്റെ താഴെയുള്ള അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടുപൂ ക്യൂട്ട്നെസ്. എന്താല്ലേ, എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ചിരി വന്നിട്ട് പാടില്ല. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കുള്ള സാധനങ്ങളാണെങ്കിലും ആ ഊഞ്ഞാൽ കണ്ടപ്പോൾ എന്തോ എനിക്ക് ഇരുന്ന് ആടാൻ തോന്നി ഗൈസ്. പിന്നെ വേറെ ആഗ്രഹങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും കയറി രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടം വെച്ചു. അപ്പോൾ അവിടെ തന്നെ ഒരു ഗാർഡ് ഇരിക്കുന്നുണ്ടായിരുന്നേ. അയാൾ എന്തെങ്കിലും ചീത്ത പറയുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാൻ വലിയ രീതിക്കൊന്നും ആടിയില്ല കേട്ടോ, കാരണം അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടി. ഈ ഊഞ്ഞാലും പാർക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകൾ വന്നു ഗൈസ്. പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്. അവിടെ എൻ്റെ മേമ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മേമയുടെ കൂടെ പോകുമായിരുന്നു. ഇതുപോലൊരു പാർക്ക് അവിടെ ഉണ്ട് ആ സ്കൂളിൽ. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും എൻ്റെ ബ്രദറൊക്കെ കൂടി പോയിട്ട് അവിടെ ഇരുന്ന് ആ പാർക്കിൽ കളിക്കുകയായിരുന്നു. അവിടെ ഒരു കുഞ്ഞു കുളമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിറയെ കറുത്ത മീനൊക്കെ പിടിച്ച് കളിച്ച് അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു കേട്ടോ, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക്. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഓർമ്മകളൊക്കെ അയവറക്കായിരുന്നു. എൻ്റെ അയവറക്കൽ കണ്ടിട്ടാണ് തോന്നുന്നു ഏട്ടന് ദേഷ്യം വന്നിട്ട് വാ പോവാന്ന് പറഞ്ഞിട്ട് എണിച്ച് നടക്കാൻ തുടങ്ങി. അവസാനം ഈ കുട്ടികൾ ചാടി ഓടി കളിക്കുന്ന അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് നമ്മൾ ഈ ഡാമിൻ്റെ മേലോട്ട് കയറാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. പിന്നെയും ഞാൻ എനിക്ക് വയ്യ എന്നെയും കൊണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഡാം, മലമ്പുഴ ഡാം, കാഞ്ഞിരപ്പുഴ ഡാം, ആ ഡാമുകളിലൊക്കെ മേലെ കൂടെ നടക്കാൻ പറ്റും കേട്ടോ. ഇതിൽ നടക്കാൻ പറ്റും, കാരണം പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റില്ല ഗൈസ്. നമ്മളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലേക്ക് കയറിപ്പോയത്. ഇത് ഈ ചെക്കൻകുട്ടി കണ്ടോ, ഇവൻ പോകുന്നത് കണ്ടിട്ടാണ് നമ്മളും ഇങ്ങോട്ട് കയറിപ്പോയത്. പക്ഷെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, അകത്തോട്ട് കയറാൻ പറ്റില്ല. അത് ഈ സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് വെള്ളം ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതാണെന്നാണ് തോന്നുന്നത്. അതാണ് ഞാൻ ഏട്ടന് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ആളതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. എന്താ അവസാനം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് താഴോട്ട് തന്നെ നടന്ന്. പിന്നെയും കുറച്ച് നേരം ആ മരത്തിൻ്റെ ചോട്ടിൽ ആ തണുപ്പത്ത് പോയി ഇരുന്നിട്ട് കുറച്ച് നേരം കൂടി ഓർമ്മകളൊക്കെ അയവറത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി രണ്ടാളും. അങ്ങനെ എണീറ്റ് നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ തന്നെയുള്ളൊരു ശിവനാണിത്. ഈ ഡാമിൻ്റെ മേലെ കൂടെ പാലമുണ്ട് കേട്ടോ. അതിൽ കൂടെ നമ്മുടെ ബസ്സും വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പുറത്തേക്ക്. അപ്പോൾ എന്തായാലും നല്ലൊരു ജനവാസമുള്ളൊരു മേഖല തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയ കെട്ടിടം കണ്ടില്ലേ, അതിൽ നമ്മൾ ഈ ബലിതർപ്പണം ഉണ്ടാവില്ലേ, ഈ സംക്രാന്തിക്കും മറ്റേ ഇതിനൊക്കെ അമാവാസ്യ അങ്ങനെയല്ലേ പറയാം, അതിനെന്തോന്ന് അതിനൊക്കെ ബലിതർപ്പണം ആ സംഭവമൊക്കെ നടത്തുന്ന ഒരു പ്രദേശമാണെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ളൊരു സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നമ്മുടെ വായ്നോട്ടവും മൊണാൾട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ തിരിച്ചു കേട്ടോ. അധികം സമയമൊന്നും ആയിട്ടില്ല, പക്ഷെ നമ്മൾ എന്തായാലും തിരിച്ചു. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി മൊണാൾട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അരുവിക്കര ഡാമും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി എന്നാൽ പിന്നെ.